സുറുമി രചന അവന്തിക അവതരണം സെൽസാമുസ്തു. സ്നേഹം കൊടുത്തും അനുഭവിച്ചും ആ സ്നേഹവലയത്തിൽ നമ്മൾ അന്ധായിത്തീരുക. ചുറ്റുമുള്ളതൊന്നും നമ്മളെ ബാധിക്കുകയോ മറ്റു കാര്യങ്ങൾക്ക് നമ്മളെ പ്രാധാന്യം കൊടുക്കുകയോ ചെയ്യാതിരിക്കുക. കാരണം അതിൻ്റെയൊക്കെ ഒരു പടി മേലെയായിരിക്കും നമ്മൾ അനുഭവിക്കുന്ന സ്നേഹവും നമ്മളെ സ്നേഹിക്കുന്ന ആളുടെ സാന്നിധ്യവും. അതുപോലൊരവസ്ഥയിലൂടെ കടന്നു പോവുകയായിരുന്നു സുറുമിയും. 2 ദിവസം കൊണ്ട് തന്നെ ഷെറിയെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്ന് കൃത്യം 7 കുഞ്ഞിപ്പെണ്ണിൻ്റെ മുടികളയിൽ വേര് വെക്കാനും തീരുമാനമായി. ഷെറിയെ നോക്കാനും കുഞ്ഞിനെ നോക്കാനും മേടുണ്ടായിരുന്നെങ്കിലും രാവിലെ മുതൽ തുടങ്ങുന്ന പ്രസവാനന്ദ ശുശ്രൂഷയുടെ അതിനോടനുബന്ധിച്ചുള്ള ബഹളങ്ങളും ഉച്ചയ്ക്ക് ശേഷം അവളെയും കുഞ്ഞിനെ കാണാൻ വരുന്നവരുടെ തിരക്കൊക്കെയായി വെങ്ങാട്ട് വീട് എന്നും ഉണർന്നു തന്നെയായിരുന്നു. അടുക്കൾ കയറിയോ ഭക്ഷണം ഉണ്ടാക്കിയുള്ള പരിചയമൊന്നും ഇല്ലാത്തത് കൊണ്ട് അവളെ സംബന്ധിച്ച് ഉമ്മയുടെ കൂടെ കൂടി സഹായിക്കുക എന്നത് നല്ല ഭാരിച്ച പണികളായിരുന്നു. ഏഴിൻ്റെ അന്ന് ഫംഗ്ഷൻ കൂടെ ഉറപ്പിച്ചതോടെ അതിന് മുന്നോടിയുള്ള തിരക്കും ബഹളങ്ങളും വേറെയും. എല്ലാം ആദ്യത്തെ അനുഭവങ്ങളായതുകൊണ്ട് തന്നെ കൗതുകപൂർവ്വം ഓരോന്ന് അവൾ നോക്കിക്കണ്ടു. ഇടക്ക് പറ്റുന്ന അബദ്ധങ്ങൾ വേറെയും. തിരക്ക് പിടിച്ച ജോലികളും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓട്ടവും നടത്തവുമൊക്കെ ശരീരത്തിന് അവശത തോന്നുമെങ്കിലും ഇതിൻ്റെ എല്ലാം ഇടയിലും തനിക്ക് മേലുള്ള അവൻ്റെ കരുതലോടെയുള്ള പെരുമാറ്റവും സ്നേഹത്തോടെ മാത്രം നോക്കുന്ന അവൻ്റെ നോട്ടങ്ങളും കൊണ്ടും മനസ്സിന് ഇത്തിരി പോലും ക്ഷീണം തോന്നാറില്ല അവൾക്ക്. പ്രണയമെന്ന മനോഹരമായൊരു തരം ലഹരി മനസ്സിനെ അസ്വസ്ഥമാക്കാനോ ഭാരിച്ച ചിന്തകൾക്കോ ക്ഷീണത്തിനോ ആ ലഹരി ഇടം കൊടുക്കാറില്ല. മനസ്സും ചിന്തകളും ചെയ്തികളും അവളുടെ പ്രണയത്തെ മാത്രം കേന്ദ്രീകരിച്ചായിരുന്നു. പകലുകൾക്ക് തിരക്ക് പിടിച്ചും രാത്രികൾ അവൻ്റെ പ്രണയമേറ്റുവാങ്ങിയും അവൻ്റെ നെഞ്ചോട് ചേർന്ന് നിദ്രയെ പുൽകിയും ഒന്നിനു പുറകെ ഒന്നായി ദിവസങ്ങൾ കടന്നുപോയി. ഇതിനിടെ നാലകത്തെ വെങ്ങാട്ടിലും ആദ്യത്തെ കൺമയുടെ ഏഴിൻ്റെ പരിപാടി ഗംഭീരമായി നടന്നു. ഏഴിൻ്റെ അന്ന് രാവിലെ മാടിനെ അറക്കലും മുടികളയിലും ഉച്ചയ്ക്ക് 2 വീട്ടിലെയും വലിയടുത്ത വീട്ടിലെയും ഒഴിച്ചുകൂടാതെ പറ്റാത്ത അടുത്ത ബന്ധുക്കളൊക്കെയായി ഗംഭീര വിരുന്ന് തന്നെ മഷൂദ് ഒരുക്കി. ഒരുപാട് പേര് നിർദ്ദേശിച്ച നല്ല പേരുകളിൽ നിന്നും സുറുമിയാണ് കുഞ്ഞിപ്പെണ്ണിനുള്ള പേര് തിരഞ്ഞെടുത്തത്. റുമാൻ, സ്വർഗലോകത്തെ സ്വാദിഷ്ടമായ പഴങ്ങളിൽ ഒന്നിൻ്റെ പേര്. നമ്മുടെ നാട്ടിലെ സർവ്വസാധാരണമായി കണ്ടുവരുന്ന മധുരവും ഭംഗിയും ഒത്തിണങ്ങിയ ഉറുമാൻ പഴത്തിൻ്റെ അറബി നാമം. അതാണ് സുറുമി കുഞ്ഞിപ്പെണ്ണിന് വേണ്ടി തിരഞ്ഞെടുത്തത്. വീട്ടിൽ വിളിക്കാൻ റുമി എന്ന് വെച്ചു. അവളെ ആദ്യമായി വാങ്ങിയത് അവളുടെ മാമിയല്ലേ, അപ്പോൾ മാമിയുടെ പേര് തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ പേര് നിർദ്ദേശിച്ചത് നിയാസാണ്. വെങ്ങാട്ട് വീട്ടിൽ ആരും തന്നെ റുമി എന്ന് സുറുമിയെ വിളിക്കാറില്ല. ഏഴിൻ്റെ പരിപാടിക്ക് പുറകിലെ വലിയടുത്ത വീട്ടിൽ മഷൂദിനും സുറുമിക്കും നല്ലൊരു വിരുന്നൊരുക്കിയിരുന്നു. അതിനു പുറകെ സൽമാനും സഫിയും അടക്കം 2 നവദമ്പതിമാർക്കും 2 വീട്ടിലെയും ബന്ധുക്കളും നിഹാലും നിയാസിൻ്റെ വീട്ടിലും സമീറയുടെ വീട്ടിലുമെല്ലാം ഓരോ ദിവസമായി വിരുന്നിൻ്റെ തിരക്ക് തന്നെയായിരുന്നു. വലിയടുത്ത വീട്ടിലെ പരിപാടിയുടെ അന്ന് മഷൂദും സുറുമിയും അന്നവിടെ തങ്ങി. അന്ന് തൻ്റെ മാത്രം ഇടമാണെന്ന് പറഞ്ഞ് അവളുടെ മുറിയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടു പോവുകയും അവളുടെ കണ്ണുനീർ കൂടുതലായി ഏറ്റുവാങ്ങിയ തലേണയും സ്വപ്നങ്ങൾ പങ്കിട്ട കണ്ണാടിയുമൊക്കെ ഉത്സാഹത്തോടെയും സന്തോഷത്തോടെയും അതിലുപരി മേലെ ആ നീറുന്ന ഓർമ്മയിൽ ഒരു പുഞ്ചിരി വിരിയിച്ചുകൊണ്ടും ഓരോന്നും അവനെ പരിചയപ്പെടുത്തിയവൾ. പക്ഷേ ഈ സമയമെല്ലാം അവനെ അസ്വസ്ഥമാക്കിയത് തൻ്റെ ഇല്ലായ്മയായിരുന്നു. പയമ വിളിച്ചുയർത്തി ഗാംഭീര്യത്തോടെ തലയുയർത്തി നിൽക്കുന്ന വലിയടുത്ത വീടും മരത്തടിയാൽ അലങ്കരിച്ച മുറികളും അതിലെ സൗകര്യങ്ങളും കാണി ഇത്രയും സൗകര്യത്തിൽ വർഷങ്ങൾ ജീവിച്ചവളാണ് തൻ്റെ കൂടെ തൻ്റെ ചെറിയ കുരുക്കുള്ളിൽ ചെറിയ 4 ചുമരുകൾക്കുള്ളിൽ സന്തോഷം കണ്ടെത്തുന്ന ചിന്ത അവൻ്റെ ഉള്ളിൽ നീറ്റലുണ്ടാക്കി. എന്നാൽ സുറുമി അവളുടെ മുറിയിലുള്ള ഓരോന്നെടുത്ത് അവനെ കാണിക്കുകയും അവ ഓരോന്നിനും പറ്റി തീരാത്ത അത്രയും വിശേഷങ്ങൾ പറയുന്നതും തുടർന്നുകൊണ്ടേയിരുന്നു. മഷൂദിനെ ആദ്യമായി കണ്ടെന്ന് അന്ന് ധരിച്ച വസ്ത്രവും അനയുടെ റിസപ്ഷൻ ദിവസം ധരിച്ച പിങ്ക് അനാർക്കലിയും അവൾ കളയാതെ സൂക്ഷിച്ചിരുന്നു. ഒന്ന് അവനെ ആദ്യമായി കണ്ടുമുട്ടിയ അന്ന് അവൾ ധരിച്ചതും മറ്റൊന്ന് ആദ്യമായി അടുത്തെറിഞ്ഞ് ഇഷ്ടമാണെന്ന് പറഞ്ഞ ദിവസം ധരിച്ചതും അതവൾ അവനെ കാണിക്കുമ്പോൾ അവൻ്റെ കണ്ണുകളിലെ ഭാവം എന്തെന്ന് തേടുകയായിരുന്നു അവൾ. അതെന്നല്ല, അവൻ്റെ ഓർമ്മകൾ ചെറിയ ഓരോന്നും അവൾക്ക് പ്രിയപ്പെട്ടതായിരുന്നു. ഒടുവിൽ അവൻ്റെ അഭാവത്തിൽ തൻ്റെ ജീവനും ശ്വാസവും ഇതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹനയുടെ പക്കൽ കൊടുത്തുവിട്ട ആ കത്ത് ഉയർത്തി കാണിക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ നീറ്റലും കണ്ണുകളെയും ബാധിച്ചിരുന്നു. പുറകെയായി വീട്ടിൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പറഞ്ഞവൻ അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പോലും അവനെക്കുറിച്ച് അറിയാൻ വെമ്പി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ കോളേജിൽ വെച്ച് സഫ കയ്യിലേക്ക് വെച്ച് കൊടുത്ത ആ മിഠായി കവറുകളും ഹനയുടെ റിസപ്ഷൻ ദിവസം അവൻ ആദ്യമായി അടുത്തെറിഞ്ഞ ദിവസം അവൻ ആദ്യമായി നേരിട്ട് സമ്മാനിച്ച ആ ചോക്ലേറ്റ് കവറുകളും കാണിച്ചപ്പോൾ അത്ഭുതം കൊണ്ട് അവൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു. പെട്ടെന്നായിരുന്നു അവൻ്റെ പ്രവൃത്തി. ഞൊടിയിടയിൽ അവളുടെ ഉടുപ്പിലൂടെ കൈ ചുറ്റി പിടിച്ച് തൻ്റെ ശരീരത്തോട് ചേർത്ത് പിടിച്ചവൻ. ഒരിക്കലും അവളുടെ സ്നേഹത്തിന് താൻ അർഹയില്ലെന്നും എൻ്റെ കഴിവുകേടൊന്നുകൊണ്ട് മാത്രം അവൾ വെങ്ങോട്ട് അനുഭവിക്കുന്ന അസൗകര്യങ്ങളിൽ മാപ്പ് ചോദിക്കണമെന്നും ഈ സ്നേഹത്തിന് പകരമായി നൽകാൻ തൻ്റെ പക്കൽ ഒന്നുമില്ലെന്നൊക്കെ പറയണമെന്നുണ്ടായിരുന്നു അവന്. പക്ഷേ ഒന്നിനും പറ്റുന്നില്ല. അവൾക്ക് തന്നോടുള്ള അടങ്ങാത്ത പ്രണയത്തിന് മുമ്പിൽ തോറ്റുപോയവനെ പോലെ അവളെ നെഞ്ചോട് ചേർത്തവൻ നിന്നു. അവളെ വലയം വെച്ചിരിക്കുന്ന ആ കരങ്ങൾക്കുള്ളിൽ ഒരനുസരണയുള്ള കുഞ്ഞിനെ പോലെ ആ നെഞ്ചോട് ചേർന്ന് അവളും
തുറന്നു പറഞ്ഞില്ലെങ്കിലും ക്രമാതീതമായി മിടിച്ചുകൊണ്ടിരുന്ന ഹൃദയതാളവും കൊഞ്ചലോട് അവൾ സംസാരിക്കുമ്പോൾ സാധാരണ പ്രണയപൂർവ്വം നോക്കാറുള്ള കണ്ണുകളിൽ കണ്ട നോവും അവൻ്റെ മാനസിക പിരിമുറുക്കത്തിനെയാണെന്ന് അവൾക്കറിയാമായിരുന്നു. ഈ ലോകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ മഷിക്കയുടെ അടുത്താണ്. മഷിക്കയുടെ വീടും നമ്മുടെ മാത്രം ലോകമായ മുറിയും പിന്നെ എന്നെ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന ഈ കൈകൾക്കുള്ളിലെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന ഈ സ്ഥലവുമാണ് ഈ ലോകത്ത് എനിക്ക് ഏറ്റവും സമാധാനം തരുന്ന ഇടം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും. അവൻ്റെ ഉള്ളിലെ നീറ്റിൽ അറിഞ്ഞ പോലെ അവൾ പുറകെയും അവൻ്റെ പുറത്ത് അവളുടെ കൈകൾ ആശ്വസിപ്പിക്കണമെന്ന പോലെ പതിയെ തട്ടിക്കൊണ്ടിരിക്കും ചെയ്തു. മനസ്സറിഞ്ഞുകൊണ്ട് അവൾ പറയുന്ന വാക്കുകൾ കേൾക്കെ അവൻ്റെ ഉള്ളം സന്തോഷം കൊണ്ട് നിറഞ്ഞു. അതവൻ്റെ കണ്ണുകളെയും ഈറനണിയിപ്പിച്ചു. നീ മാത്രമൊന്നും പറഞ്ഞില്ല. തൻ്റെ ഇടനെഞ്ചിലായി തലവെച്ച് വയറിലൂടെ ചുറ്റിപ്പിടിച്ച് കിടക്കുന്ന സുർമിയുടെ മഷൂദ് ചോദിച്ചു. പെണ്ണിനെ നീണ്ട വിശ്വാസം കാതോർക്കെ അവൻ തുടർന്നു. നവിയും വാപ്പച്ചിയും സൽമാനും ഉമ്മയും സഫിയടക്കം ചോദിച്ചു, എന്തിനാ ഇത്ര പെട്ടെന്നൊരു പോക്കെന്ന്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. കല്യാണം കഴിഞ്ഞ് വളരെ കുറഞ്ഞ ദിവസം മാത്രമല്ലേ ആയുള്ളൂ. നവി നല്ല വഴക്കായിരുന്നു. ഉമ്മയും എന്തൊക്കെയോ പറഞ്ഞു. സൽമാൻ നേരിട്ട് പറഞ്ഞില്ലല്ലോ, സഫയോട് പറഞ്ഞു കാണും. അതാണല്ലോ സഫ വിളിച്ച് പരിഭവം പറയണേ. അവരൊക്കെ പറഞ്ഞപ്പം എനിക്ക് അത്ഭുതമൊന്നും തോന്നിയില്ല. പക്ഷേ നീ ഒരു വാക്കുപോലും ചോദിക്കാതിരുന്നപ്പോഴാ. നിനക്ക് സങ്കടമൊന്നുമില്ല പെണ്ണെ? അവളെ ചുറ്റിപ്പിടിച്ചുകൊണ്ടവൻ ചോദിച്ചു. എന്തിന്? എനിക്കങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ എന്തെന്ന ഭാവത്തോടെയുള്ള അവളെ മറുപടി കേട്ടതും കുറുമ്പോടെ അവൻ വയറിലൂടെ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന അവളുടെ കൈ തട്ടി മാറ്റി. നെഞ്ചിലേക്ക് കിടക്കുന്ന അവളെ തള്ളി ബെഡിലേക്ക് ഇട്ടുകൊണ്ട് മറുവശം ചെരിഞ്ഞു കിടന്നു. അവൻ്റെ കുറുമ്പോടുള്ള പ്രവൃത്തി അവളൊന്ന് കിണുങ്ങി ചിരിച്ചുകൊണ്ട് ചെരിഞ്ഞു കിടക്കുന്ന അവൻ്റെ കൈക്കിടയിൽ അവളുടെ കൈ കടത്തി വയറിലായി ചുറ്റിപ്പിടിച്ച് അവൻ്റെ പുറം തല ചെറിച്ചു വെച്ചു. ഇങ്ങനെയല്ലേ എന്നോട് എപ്പോഴും ചെയ്യാറ്. നല്ല ഡ്രസ്സ് ഇട്ടാലും എന്ത് ഫുഡ് ഉണ്ടാക്കി തന്നാലും എല്ലാപ്പോഴും ഇങ്ങനെയല്ലേ. ഇതൊക്കെ എന്തെന്ന പുച്ഛഭാവം. അങ്ങനെയുള്ള കാര്യമാണോ ഇത്? വേണ്ട, നീ നിൻ്റെ മനസ്സിലല്ലേ പറഞ്ഞേ. എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം കൊണ്ട് തന്നെ മടുത്തുവല്ലേ. കുറുമ്പോടെ തന്നെയാണ് അവൻ. ദേ മഷ്ക, തമാശക്ക് പോലും ഇങ്ങനെ പറയല്ലേ. കണ്ടുപോലും കൊതി തീർന്നില്ല. പരിഭവത്തോട് പറഞ്ഞുകൊണ്ടവൾ അവനെ പുറത്ത് പല്ലുകളായെത്തി. ഹൗ, വേദനിക്കുന്നു. നീ എന്തൊരു ഉപദ്രവകാരിയാ. കല്യാണം കഴിഞ്ഞ് 10-25 ദിവസമായപ്പോഴേക്കും പിച്ചിയും മാന്തിയും കടിച്ചും എന്നെ ഒരു വൈക്കാക്കി. ഇക്കണക്കിന് പോയാൽ ഞാൻ നാട്ടിലുള്ള ആളാണെങ്കിലേ എന്നെ നീ കൊല്ലുമല്ലോ. അവളുടെ ശക്തിയില്ലാത്ത കടിയിൽ അവനൊന്ന് കുതിരിക്കൊണ്ട് പറഞ്ഞു. വേദനിക്കട്ടെ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടല്ലേ. പിന്നെ പറയാതെ, നിനക്കെന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ലേ. മഷ്ക, അവൾ ചിണുങ്ങിക്കൊണ്ട് അവനോട് ഒന്നുകൂടെ ചേർന്ന് കിടന്നു. എനിക്ക് സങ്കടം ഇല്ലാണ്ടിരിക്കുമോ? സങ്കടവും വിഷമമൊക്കെ ഉണ്ട്. പക്ഷേ അവൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ മഷൂദിൻ്റെ ചുണ്ടിൽ വിരിവിരിഞ്ഞു. എന്നാലും അത് പുറത്ത് കാണിക്കാതെ കപടതയോടെ തന്നെ കിടന്നു. കാതുകൾ അവളുടെ വാക്കുകൾക്കായി കാതോർത്തുകൊണ്ടു. ഒരു നോട്ടം പാടും പിടിച്ച് വല്ലാതെ ചിന്തയിലുണ്ട് കൂട്ടി വിണക്കിയും അസ്വസ്ഥമാകുന്ന മഷിക്കാനെ ഞാൻ ഇടയ്ക്ക് കാണാറുണ്ട്. കഴിഞ്ഞ ദിവസം കീഴെടുക്കാൻ വേണ്ടി എന്നെ പറഞ്ഞു വിട്ടില്ലേ? അന്ന് ആ ഡ്രോയിൽ ഉണ്ടായിരുന്ന ആ നോട്ടുപാട് ഇടയ്ക്ക് നിങ്ങളുടെ കയ്യിൽ കാണാറുള്ളതിൻ്റെ ഒരു കൗതുകം വെറുതെ ഒന്ന് തുറന്നു നോക്കി. അതിലുണ്ടായിരുന്നു എൻ്റെ മഷ്കയ്ക്ക് കല്യാണത്തിന് വേണ്ടി ചിലവായതും സഫയ്ക്ക് വേണ്ടി ചിലവായതും റുമിമോളുടെ ഏഴിൻ്റെ ഫംഗ്ഷനും മറ്റുമെല്ലാം ചേർത്ത് കൊടുത്ത് വീട്ടാനുള്ള കടത്തിൻ്റെ കണക്ക്. അവൾ പറഞ്ഞു തീർന്നതും മഷൂദ് ഒരു നിമിഷം മൗനമായി. പതിയെ തന്നെ താൻ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന അവളുടെ കൈ എടുത്തു മാറ്റി എഴുന്നേറ്റിരുന്നു. ഒരു കാല് കൊത്തിവെച്ച് അതിലേക്ക് കൈ ഊന്നിക്കൊണ്ട് നെറ്റിയിൽ കൈ തങ്ങി. മുഖം ചൊളിച്ച് ഒരാശങ്കയോടെ അവൾ എഴുന്നേറ്റിരുന്നു. തള്ളവിരലും ചൂണ്ടുവിരലും കൊടുത്ത് നെറ്റിയിൽ താങ്ങിയിരിക്കുന്ന അവനെ കാണെ സുർമിയുടെ ഉള്ളൊന്ന് നേറി. അവൻ്റെ മനസ്സ് എത്രത്തോളം അസ്വസ്ഥമാണെന്ന് ചിന്തയില്ലാണ്ടിരിക്കുന്ന അവൻ്റെ മുഖഭാവത്തിൽ നിന്നും അവൻ്റെ ഇരിപ്പിൽ നിന്നും അവൾ വായിച്ചെടുത്തു. മഷ്ക, എന്തിനല്ലേ ഇങ്ങനെ ഒറ്റയ്ക്ക് ഉള്ളിലോട്ട് നടക്കണേ? എന്നോട് പറഞ്ഞോടോ മഷ്കക്ക്. പരസ്പരം ഷെയർ ചെയ്താലല്ലേ കുറച്ചൊരാശ്വാസം തോന്നും. ഒരു റിലേഷൻ ആകുമ്പം അവർ പരസ്പരം സന്തോഷത്തിലും ദുഃഖത്തിലും പ്രയാസങ്ങളിലും ഒരുമിച്ച് വേണമെന്നല്ലേ. എന്നിട്ടെന്താ എന്നോടൊരു വാക്ക് പറയാത്തേ? അവൻ്റെ മുമ്പിലേക്ക് ഇരുന്നു കൊണ്ട് അവൾ ചോദിച്ചു. അതല്ല, എന്നെ അങ്ങനെയൊരെല്ലാം ഷെയർ ചെയ്യാൻ പറ്റിയ പാർട്ട്ണറായി മഷ്ക കണ്ടിട്ടില്ല എന്നാണോ? ഫിസിക്കലി മാത്രമേ എന്നെ വേണ്ടുള്ളൂ എന്ന് പറയുന്നുണ്ടോ? അവൻ്റെ ഭാഗത്തു നിന്ന് മറുപടി കേൾക്കാത്തപ്പം അവൾ വീണ്ടും ചോദിച്ചു. ഇത്തവണ ഇച്ചിരി പരിഭവം നിറഞ്ഞിരുന്നു അവളുടെ വാക്കുകളിൽ. ഹേയ്, എന്താ സുർമി ഇങ്ങനെയൊക്കെ പറയണേ? നിന്നെ ഞാൻ എൻ്റേതായാലേ കണ്ടിട്ടുള്ളൂ. പിന്നെ എന്തിനാ ഇത്രയും വലിയ ഭാരം സ്വയം കൊണ്ട് നടക്കണേ? ഇന്ന് രാത്രി പുറത്ത് തലയിലെല്ലാം മസാജ് ചെയ്ത് അവിടെ തന്നത് വിശേഷങ്ങൾ ഓരോന്ന് ഞാൻ പറയുമ്പം എല്ലാം മൂളി കേൾക്കാറുണ്ടല്ലോ. ഇനി ഇന്നത്തെ മഷ്കയുടെ സ്പെഷ്യൽ വിശേഷങ്ങൾ എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും പറയാറില്ലേ? അപ്പോൾ ഒന്നുമില്ല, വേഗം കിടന്ന് ഉറങ്ങിക്കോ എന്നും പറഞ്ഞ് കിടക്കാറില്ലേ പതിവ്? അതിനെൻ്റെ സുർമി, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല. നീ ഒരു ബുദ്ധിമുട്ടും അറിയാതെ വളർന്ന ആളാണ്. ഞാൻ എൻ്റെ കടക്കണിയും പ്രയാസം പറഞ്ഞ് വിഷമിപ്പിക്കണ്ടെന്ന് വെച്ചിട്ടാ. അല്ലാതെ നീ പറയും പോലെ ഒന്നുമല്ല. വെറുതെ നിന്നോട് കൂടെ പറഞ്ഞ് നീ വിഷമിക്കുന്നല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതല്ലേ പരിഭവിച്ചിരിക്കുന്ന അവളെക്കാണെ വാത്സല്യത്തോടെ അവൾ അവളുടെ 2 തോളിലും കൈവച്ചു. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരിക്കാം, പക്ഷേ എനിക്ക് നെഞ്ചിരിക്ക് പ്രാർത്ഥിക്കാമല്ലോ.
ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ മഷ്കട കടമൊക്കെ വീടാനും പ്രയാസങ്ങൾ മാറാനും എല്ലാം തീർന്ന് നാട്ടിൽ സെറ്റിൽഡ് ആകാനും എന്നും എനിക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ മഷ്കക്ക് നല്ലൊരു ജോബ് ഇവിടെ തന്നെ ശരിയാക്കാനൊക്കെ നീ നെഞ്ചിരിക്കി കഴിയേണ്ടെന്ന് വെച്ചാൽ ഞാൻ പറയാതെ ഇരുന്ന് പറഞ്ഞിട്ട് മതി വരാതെ പരിഭവത്തോടെ ഇരിക്കുന്ന അവളുടെ താടിയിൽ പിടിച്ചുകൊണ്ടവൻ ചോദിച്ചു. വേണ്ട, എന്നോട് മിണ്ടണ്ട. അതൊന്നുമല്ല, ഞാൻ സെലുക്കയുടെ അടുത്തും വാപ്പച്ചിയുടെ അടുത്തും പറയുന്നൊക്കെ വിചാരിച്ചല്ലേ. ഞാനെന്തിനാ അങ്ങനെ വിചാരിക്കുന്നേ? എനിക്ക് അങ്ങനെയുള്ള പേടിയൊന്നുമില്ല. അവൻ ചുണ്ടുകൊട്ടി. ഇല്ലേ? അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു. ഇല്ല. മറ്റെവിടെ നോക്കിക്കൊണ്ട് അവനും. എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറ. അവൾ അവൻ്റെ മുഖം പിടിച്ച് അവൾക്ക് നേരെയാക്കി. വേറെ മാർഗമില്ലാത്തപ്പം അവൻ നോക്കി പുരികം ചൊളിച്ച് തൻ്റെ കണ്ണുകൾ ഒളിപ്പിച്ച കാര്യം പോലും ചിന്നിഞ്ഞെടുത്ത് അവളുടെ മുഖത്തേക്ക്. 1-2 നിമിഷം പിന്നെ രണ്ടുപേരും ഒരുപോലെ ചിരിച്ചു. കള്ളം പിടിക്കപ്പെടുന്നതാകുമ്പോൾ അവൻ ചിരിച്ച് മുഖമൊളിക്കാൻ ശ്രമിക്കാറെന്ന് അവൾക്ക് തൻ്റെ കള്ളം മറച്ചു വെക്കാനെന്ന് ഈ ചിരി അവനക്കും അറിയാം. കള്ളം ഒളിപ്പിച്ചുകൊണ്ട് അവൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി കണ്ണിറുക്കി. ഇളിക്കണ്ട, സമ്മതിക്കണം. ഇത്രയൊക്കെ ചിന്തകളും ടെൻഷനുണ്ടായിട്ടും ഇങ്ങനെ ആളെക്കളിയൊക്കെ ചിരിക്കാനേ നിങ്ങൾക്ക് തന്നെ കഴിയുള്ളൂ. ഇതാ ഞാൻ പറഞ്ഞേ, എൻ്റെ സുർബിക്ക് ഇതൊന്നും താങ്ങൂലാന്ന്. ഇപ്പം തന്നെ നീ ടെൻഷൻ അടിച്ച് തുടങ്ങി. ഉപ്പ് പോയതിനു ശേഷം കയറി കൂടിയതാ ഓരോരോ ഭാരങ്ങളുടെ ഉള്ളിൽ. ഒന്നല്ലെങ്കിൽ ഒന്ന് എപ്പോഴും ഉണ്ടാവും. എന്നിട്ട് ഞാൻ പുറത്ത് കാണിക്കാറുണ്ടോ? ഇല്ലല്ലോ. നല്ല കൂളായല്ലേ നടക്കാറ്. അത് നിങ്ങൾ ആണുങ്ങൾ അത്ര മനക്കെട്ടി ഞങ്ങളിപ്പോൾ ലേഡീസിന് ഉണ്ടാവില്ലല്ലോ, അത് കണ്ടിട്ടാ. ആണോ? അശ്വടാ, പാവം ലേഡി. അവൻ 2 ഭാഗത്തേക്ക് തൂങ്ങിക്കിടക്കുന്ന അവളുടെ കഷ്ടിച്ച് തോളറ്റം വരെയുള്ള മിനുസമുള്ള മുടിയിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അവളുടെ നെറ്റിയുമായി അവൻ്റെ നെറ്റി മുട്ടിച്ചു. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. പറഞ്ഞോ? ഒന്നല്ല, എത്ര വേണേലും പറഞ്ഞോ. 2 ദിവസം കഴിഞ്ഞാൽ പോവല്ലേ ഞാൻ. പിന്നെ പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പറയാനുള്ളതൊക്കെ പറഞ്ഞോ. ദേഷ്യമോ? ഇതുവരെ ദേഷ്യപ്പെട്ടിട്ടില്ലല്ലോ. അവളില്ലെന്ന് ചുമൽ കൊച്ചി. എന്നാ പറ. അതെ, അതുണ്ടല്ലോ. അതുണ്ട്, ചിരുങ്ങാതെ പറ പെണ്ണേ. തുടരും. എന്തായിരിക്കും അവൾക്ക് അവനോട് പറയാനുള്ളത്? കാത്തിരിക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ട് പ്രതൽ ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്തേക്കും. ഇൻഷാല്ലാ വീഡിയോ കാണാം. ബൈ.